എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ പെരുന്നാളിന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബിരിയാണി ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ ഈസിയാണ് തയ്യാറാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ അധികം പ്രൊസീജിയറൊന്നും ഇല്ല. നമ്മൾ സാധാരണ തയ്യാറാക്കുന്ന ബിരിയാണിയെക്കാട്ടിലും ഒന്നുകൂടി ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അത്യാവശ്യം മീഡിയം സൈസിലുള്ള പീസുകളാക്കി മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ചിക്കൻ്റെ ഉളുമ്പുനാറ്റമൊക്കെ നാരങ്ങാനീരും തൈരും ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് കഴുകി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ബിരിയാണി മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ജീരകം, അതുപോലെ തന്നെ പെരുംജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, പിന്നെ സ്റ്റാർ അനീസ്, പിന്നെ ഇവിടെ ഞാൻ കറുത്ത ഏലക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ ജാതിക്ക ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 വലിയ സവാള എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ ഇത് പച്ചമുളക് നിങ്ങൾക്ക് എരിവ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ ഞാനത് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ചിക്കന് അത് കൊടുക്കുന്നത്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു നാരങ്ങയുടെ ജ്യൂസ് വേണം. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നല്ല കട്ടിയായിട്ടുള്ള തൈരാണ് 1/2 കപ്പ്. പിന്നെ വേണ്ടത് നമ്മൾ ഉള്ളി വറുത്തിട്ടുള്ള എണ്ണ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് പുരട്ടി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും പുതിനയിലയും കൂടെയുള്ള കൂട്ടിട്ട് കൊടുത്തു. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കറക്റ്റായിട്ടുള്ള അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇപ്പോൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് പച്ച ഉള്ളിയല്ല ചേർക്കുന്നത്, ഇതുപോലെ ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ടാണ് നമ്മൾ ഈ ചിക്കൻ പുരട്ടി വെക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത ഉള്ളിയിൽ നിന്നും അതിൻ്റെ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു നാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എണ്ണ, ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർക്കുന്നതിന് മുൻപായിട്ട് ഈ മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കാം. അല്ല, ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് നോക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് നന്നായിട്ട് കൈവച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ്റെ കഷ്ണങ്ങളിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ഉണ്ടാകാനായിട്ട് പാടില്ല. നന്നായിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇനി ചിക്കൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല കട്ടി തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തൈര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ചിക്കൻ്റെ കൂട്ട് നമ്മൾ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇത് നമ്മളൊരു 12 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഇത് അടച്ചു വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോഴാണ് ഈ ബിരിയാണിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് അപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുന്നില്ല, തക്കാളി ചേർക്കാതെ ഉള്ളൊരു ബിരിയാണിയാണ്. അപ്പം നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അത് കുതിർക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട മസാല എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഒരു ബേ ലീഫ്, അതുപോലെ തന്നെ ഒരു സ്റ്റാർ അനീസും എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ
6-7 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലയുടെ കൂട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു റൈസ് നമ്മൾ ഊറ്റിയാണ് എടുക്കുന്നത്, അതായത് സ്ട്രെയിൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്, വറ്റിച്ചിട്ടല്ല. വെള്ളം നന്നായിട്ട് തിള വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ബസ്മതി റൈസ് എടുക്കുമ്പോൾ ഓരോ അരിയുടെയും വേവ് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ഈ ഒരു അരി നമ്മൾ 1/4 വേവ് വരെയാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ബാക്കി നമ്മൾ ദം ഇടുമ്പോഴാണ് ബാക്കി വേവ് വെന്ത് കിട്ടുക. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് തിള വന്നതിന് ശേഷം നമുക്ക് കഴുകി, അതായത് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പൊടിയാതെ തന്നെ ഈ അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അരി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് 1 നാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരി ഇല്ലാതെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ അരി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓരോ അരിയുടെയും വേവ് വ്യത്യാസപ്പെട്ടിരിക്കും, അതനുസരിച്ചിട്ട് സമയവും മാറും. അതുകൊണ്ട് ഞാൻ സമയം പറയാത്തത്. അപ്പോൾ അരി ഇവിടെ ഒരു 1/4 ഭാഗം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ബിരിയാണി വെച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് വരിക. ഇപ്പോൾ നമ്മുടെ അരി ഒരു 1/4 പരുവം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഇങ്ങനെ എടുത്ത് കൈവച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ രണ്ടായിട്ട് ഇങ്ങനെ ഒടിഞ്ഞു വരണം. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്ക് ഈ അരി ഒന്ന് ഊറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ അരി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഊറ്റിയെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക. ഇതിനി തണുത്ത വെള്ളമൊന്നും വെച്ച് കഴുകേണ്ട ആവശ്യമില്ല. കാരണം തണുത്ത വെള്ളം വെച്ചിട്ട് കഴുകുകയാണെങ്കിൽ അതിൻ്റെ നെയ്യുടെ ടേസ്റ്റും അതുപോലെ തന്നെ മസാലയുടെ ടേസ്റ്റും ഒക്കെ അങ്ങ് പോവും. അപ്പോൾ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ദം ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എടുക്കുക. അപ്പോൾ തലേദിവസം തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഇത് നമ്മളിനി കുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ദമ്മ് ലെയർ ചെയ്തിട്ട് നമ്മൾ ദം ഇടുകയാണ്. അപ്പോഴാണ് ഈ ചിക്കനും റൈസും കൂടി ഒന്നുകൂടെ നന്നായിട്ട് വെന്ത് അതിലേക്ക് നല്ല ഫ്ലേവറൊക്കെ വരിക. അപ്പോൾ നമ്മൾ സാധാരണ കേരള ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഇത് സെപ്പറേറ്റ് വഴട്ടോ കുക്ക് ചെയ്യുകയോ ഒന്നും വേണ്ട. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഏറ്റവും താഴത്തെ ലെയറിൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കോ അല്ലെങ്കിൽ സ്റ്റീലോ ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന കാരണം ഈ ഒരു ചിക്കൻ നമ്മുടെ പാത്രത്തിൽ തീരെ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചിക്കൻ എല്ലാം ഇതുപോലെ ലെയർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ റൈസും അതുപോലെ തന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ലെയർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് മുൻപായിട്ട് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ ചെറിയ ചൂടുള്ള പാലിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂവ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, അതിപ്പോൾ റൈസിനൊരു മഞ്ഞ നിറം വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കുങ്കുമപ്പൂവ് ചേർക്കുമ്പോൾ നമ്മുടെ ബിരിയാണിക്ക് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടും. അതല്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ കളറ് ചേർത്ത് കൊടുക്കുന്നതിനെക്കാട്ടിലും നല്ലത് മഞ്ഞൾപ്പൊടി തന്നെ ചേർക്കുന്നതാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുമ്പോഴത്തേക്ക് ഇതിലേക്ക് നന്നായിട്ട് കളറൊക്കെ ഇറങ്ങിയിട്ടുണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് റൈസൊക്കെ ഇതിൻ്റെ മുകളിലായിട്ട് ലെയർ ചെയ്തെടുക്കാം. അപ്പോൾ റൈസൊക്കെ ചൂടോടെ തന്നെ ഇതിലേക്ക് ലെയർ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ബിരിയാണിക്ക് കറക്റ്റായിട്ടുള്ള ഫ്ലേവറും ഒക്കെ കിട്ടുക. അപ്പോൾ ഇതിലേക്ക് കിടക്കുന്ന മസാലകൾ നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ആന്ധ്ര ബിരിയാണി കഴിച്ചിട്ടുള്ളവർക്കറിയാം, അതിൽ ഞാനിതുവരെ കഴിക്കുമ്പോൾ ഇതുപോലെ മസാലകളൊന്നും കിടക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു കിഴി കെട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അതിലേക്ക് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മല്ലിയില, പുതിനയില ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉള്ളി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ബിരിയാണിയിൽ നമ്മൾ കാഷ്നട്ടോ അല്ലെങ്കിൽ മുന്തിരിങ്ങ ഒന്നും ചേർത്ത് ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നാടൻ കേരള ബിരിയാണിക്കാണ് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് റോസ് എസൻസ് അല്ലെങ്കിൽ റോസ് വാട്ടർ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ബിരിയാണിക്ക് ഒന്നുകൂടെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച്
ഡ്രോപ്സ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് റോസ് എസൻസ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന പാലും കുങ്കുമപ്പൂവും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും റൈസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും ഇതുപോലെ തന്നെ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. 1 കിലോ ചിക്കന് നമ്മൾ 2.5 കപ്പ് മുതൽ 3 കപ്പ് വരെ റൈസ് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് അരിയുടെയും ചിക്കൻ്റെയും അളവ് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ മസാലയുടെ അളവൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു മീഡിയം മസാലയുടെ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ലെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ദം ചെയ്തെടുക്കണം. അപ്പോൾ ദം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു തുള്ളി പോലും വായു ഇതിൻ്റെ പുറത്ത് കടക്കാൻ പാടില്ല. അതുപോലെ നമ്മളിത് നന്നായിട്ട് സീൽ ചെയ്ത് വെക്കുമ്പോഴാണ് ഈ ബിരിയാണി നല്ല ഫ്ലേവറിൽ ഉണ്ടാകുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് മൈദ മാവ് ഇതുപോലെ ചപ്പാത്തി മാവിന് കുഴയ്ക്കുന്ന പോലെ കുഴച്ചിട്ടാണ് ഇതിൻ്റെ വക്കിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അലുമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലതായിട്ടിത് ദമ്മാവുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നന്നായിട്ട് സീൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് സീൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുകളിൽ അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചു കൊടുക്കുക. ഇനി ഹോളുള്ള അടപ്പാണെങ്കിൽ ആ ഹോളും നിങ്ങൾ കവർ ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് ഇത് വെന്ത് വരിക. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ ദം ചെയ്യുന്നത് നിങ്ങൾക്ക് അടുപ്പിൽ വേണമെങ്കിൽ അടുപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ അതിലും ചെയ്തെടുക്കാമെന്നാണ്. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ദമ്മിന് വേണ്ടിയിട്ടുള്ള പാത്രം നല്ല കൂടിയ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം നമ്മൾ ഇത് ഒരു തവയുടെ മുകളിൽ വെച്ചിട്ടാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിട്ടുള്ളത്. ഈ തവ അത്യാവശ്യം നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ദം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രം മുകളിലായിട്ട് വെക്കുക. അതിനുശേഷം ഇത് ഒരു മീഡിയം, അതായത് ലോ മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 45 മിനിറ്റ് ഇത് ദം ചെയ്ത് എടുക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളിലെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ബാക്കിയുള്ള വേവ് അരിയും കൂടെ വേവുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഇനി ഇതൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം മാത്രം ദം പൊട്ടിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദമ്മൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലുള്ള മൈദ മാവൊക്കെ നല്ല കട്ടിയായിട്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു നൈഫ് വെച്ചിട്ട് ഒന്ന് കുത്തിയിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം. ഇനി നിങ്ങൾ നാട്ടിലൊക്കെ ആണെങ്കിൽ കനലൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കനലിട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. ഇത് കുറച്ചുകൂടെ ടേസ്റ്റിൽ ഈ ഒരു ബിരിയാണി കിട്ടും. അപ്പോൾ ഓവൻ ഉണ്ടെങ്കിൽ ഇത് 2 കോയിലും ഹീറ്റാക്കിയിട്ട് ഒരു 200 ഡിഗ്രിയിൽ ഇതേ സമയം തന്നെ ബേക്ക് ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ദം പൊട്ടിച്ചിട്ട് നോക്കാം ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇതിൻ്റെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ റൈസ് ബാക്കിയും കൂടെ കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും താഴെയുള്ള ചിക്കൻ്റെ കഷ്ണങ്ങൾ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പീസ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ ഇതുപോലൊരു പീസ് എടുത്ത് നോക്കിയതിന് ശേഷം ഒരു ഫോർക്ക് വെച്ചിട്ടോ നൈഫ് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അഥവാ നിങ്ങളുടെ ചിക്കൻ കൂടുതൽ വേവുള്ളതാണെങ്കിൽ, ഇതുപോലെ വെന്ത് വന്നിട്ടില്ലെങ്കിൽ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി നന്നായിട്ട് ദം ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബിരിയാണി നമ്മളുടെ നാടൻ ബിരിയാണിയുടെ ടേസ്റ്റല്ല, തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിതിൽ തക്കാളി ചേർക്കുന്നില്ല. അതുപോലെ തന്നെ ഉള്ളിക്ക് പകരം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നമ്മളിത് മാരിനേറ്റ് ചെയ്ത് ഓവർനൈറ്റ് വെച്ചിട്ടുമാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധാരണ തൈര് വെച്ചിട്ടുള്ള സാലഡ്, അതുപോലെ തന്നെ ആന്ധ്ര സ്പെഷ്യൽ ബിരിയാണിയുടെ കൂടെ ഒരു ഗ്രേവി കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. അപ്പോൾ ഇതുവരെ ഈ ഒരു ബിരിയാണി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ വ്യൂവേഴ്സിനും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഈദ് ആശംസിക്കുന്നു. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.